നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ഈ ഗോതമ്പ് നന്നായിട്ട് കഴുകണം. ഗോതമ്പിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ചെളി ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് കഴുകിയിടുക. അങ്ങനെ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഈ ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഗോതമ്പ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ഗോതമ്പിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്ന വെള്ളം മുഴുവനും ആ ഗോതമ്പ് വലിച്ചെടുത്തിട്ട് ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാനിവിടെ ഓൾറെഡി 2 കപ്പ് ഗോതമ്പ് ഇങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന വെള്ളം മുഴുവനും ഈ ഗോതമ്പ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 5 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം, അല്ലെങ്കിൽ സവോള എടുക്കാം. പിന്നെ കറിവേപ്പില വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്. പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ ഉണക്കമുളക്. അപ്പൊ നമുക്ക് നോക്കാം ഇതേ ഉപ്പുമാവ് ആക്കുന്നത്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് നമുക്ക് ഗോതമ്പ് ചേർക്കാം. ഞാനിവിടെ 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചേക്കണ ഗോതമ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ഗോതമ്പ് സോക്ക് ചെയ്ത് വെച്ചപ്പോഴും ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഗോതമ്പ് സോക്ക് ചെയ്തെടുത്തത്. ഇത് വേവിച്ചെടുക്കുമ്പോഴും ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവയ്ക്കും ഞാനിവിടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതേപോലെയാണ് ഉണ്ടാക്കാറ്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇതൊരു വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഒരു വിസിൽ വരുമ്പോഴേക്കും ഈ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് തീ ഓണാക്കാം. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുക്കർ തുറക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറക്കാം. ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും ആദ്യം കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് പൊട്ടാതെ കിടന്നിട്ടുണ്ടെങ്കിൽ കടുകിനൊരു കയ്പ്പ് ഉണ്ടാവും. ഈ ഉഴുന്നും നന്നായിട്ടൊന്ന് മുരിയണം. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളക് മുരിയുമ്പോഴേക്കും ആ ഉഴുന്നും മുരിഞ്ഞോളും. ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഈ ചുവന്നുള്ളിലേക്ക് നന്നായിട്ടൊന്ന് മുരിയണം. ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ ഒഴിച്ചാലായിരിക്കും ഉപ്മാവിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ആ ചുവന്നുള്ളിയൊക്കെയും മുരിഞ്ഞതിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടും. കുറച്ച് ചേർത്താൽ മതി. ആ മഞ്ഞൾപ്പൊടിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണ ഗോതമ്പ് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് ചേർക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ ഗോതമ്പിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം ഗോതമ്പിൻ്റെ ഉള്ളിലേക്ക് ഈ എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം നമുക്ക് മൂടി വയ്ക്കാം. അപ്പം ഇത് നമ്മൾ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഉപ്മാവ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.